സലീം കുമാർ വലിയ ആത്മബന്ധം പുലർത്തിയിരുന്ന നാട്ടുകാർ അവർ എല്ലാവരും സലീം കുമാറിന് വേണ്ടി കാത്തിരിക്കുന്നു. ഇപ്പോഴിതാ ലാഫിം വില്ലയിലേക്ക് മൃതദേഹം എത്തിക്കുന്നു. നവമിയുണ്ട്. നവമി കാത്തിരുന്നവർക്കിടയിലേക്ക് സലീം കുമാർ അവസാനമായി എത്തുന്നു. എന്താണ് അവിടെ മറ്റു വിവരങ്ങൾ? പറവൂർ ടൗൺ ഹാളിൽ രാവിലെ 9 മണിക്ക് ആരംഭിച്ച പൊതുദർശനം ആയിരുന്നു. ഉച്ചയ്ക്ക് 2 മണി വരെ പൊതുദർശനം തുടർന്നു. അതിനുശേഷം അവിടെ നിന്ന് ആംബുലൻസിൽ ആണ് മൃതദേഹം ഇപ്പോൾ ലാഫിം വില്ലയിലേക്ക് സലീം കുമാറിൻ്റെ വസതിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അവിടെ മൃതദേഹം എത്തിക്കുന്നതും കാത്ത് നിരവധിയായ ആളുകൾ രാവിലെ മുതൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഇതാ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നു. ഇത് സലീം കുമാർ തൻ്റെ സ്വപ്ന ഭവനത്തിലേക്ക് താൻ സിനിമയിൽ എത്തിയതിന് ശേഷം അതിലൂടെ സമ്പാദിച്ച പണം കൊണ്ട് നിർമ്മിച്ച വീട് അത് തൻ്റെ ഒരു സ്വപ്നമായിരുന്നു എന്ന് പലപ്പോഴും സലീം കുമാർ പറഞ്ഞിട്ടുണ്ട്. ആ സ്വപ്ന ഭവനത്തിലേക്ക് ലാഫിം വില്ലയിലേക്ക് എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തി ചിരിയുടെ ഒരംശം പോലുമില്ലാത്ത ആൾക്കൂട്ടത്തിലേക്ക് ഇപ്പോൾ എത്തുന്നു. മൃതദേഹം വസതിക്കുള്ളിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ അതിനുശേഷം ആയിരിക്കാം പുറത്ത് ആളുകൾക്ക് കാണുവാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും നമുക്കറിയാം മൃതദേഹം അവസാനമായി വീടിനുള്ളിലേക്ക് തന്നെ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. നവമി ഇപ്പോൾ മൃതദേഹം വീടിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പുറത്ത് ആളുകൾക്ക് കാണുന്നതിന് വേണ്ടി ഒരു ക്രമീകരണമൊക്കെ ചെയ്തിട്ടുമുണ്ട്. അഭിലാഷ്, കുടുംബം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു അവർക്ക് അല്പം നേരമെങ്കിലും അവരുടെ പിതാവിനോട് അല്ലെ ഭർത്താവിനോടൊപ്പം ഇരിക്കണം. അവസാനത്തെ നിമിഷങ്ങൾ മാത്രമാണ്. ഇനി സലീം കുമാർ എന്ന നടന്റെ സംസ്കാരം കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ഇവർക്ക് ഒരു ഓർമ്മ മാത്രമായി മാറും. അതുകൊണ്ട് കുറച്ചു നേരമെങ്കിലും കുടുംബത്തിന് അദ്ദേഹത്തോടൊപ്പം ഇരിക്കണമെന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മൃതദേഹം വീട്ടിന്റെ ഉള്ളിലേക്ക് അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വീട് അദ്ദേഹം സമാധാനത്തോടെ ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം അവസാന നിമിഷം ഇരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മൃതദേഹം വീട്ടിൻ്റെ ഉള്ളിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അവിടെ കുറച്ചു നേരം കുടുംബത്തോടൊപ്പം അവർക്ക് കണ്ടതിന് ശേഷം ആയിരിക്കും പുറത്തേക്ക് ഇനി മറ്റാളുകൾക്ക് കാണുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പൊതുദർശനം കൂടി ഉണ്ടാകുക. 3 മണിയോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ സംസ്കാരമുണ്ടാകും. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അങ്ങനെ കുറച്ചു നേരം അദ്ദേഹം കുടുംബത്തിനോടൊപ്പം ഇരുന്നതിന് ശേഷം മറ്റുള്ളവർക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി മൃതദേഹം പുറത്തേക്ക് ഇറക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും ഒക്കെ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ലാഫിം വില്ലയിലേക്ക് അദ്ദേഹം വരുന്നത് ഇനി ഒരിക്കലും ഈ വീട്ടിൽ സലീം കുമാർ ഇല്ല എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഇന്നലെ അദ്ദേഹം ഈ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇനിയുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ ഇനി അദ്ദേഹം ഈ വീട്ടിലേക്ക് വരുന്നത് ഇങ്ങനെ ചേതനയറ്റ ശരീരമായിട്ടായിരിക്കും. ആ ചിരി ഇനി ഈ വീട്ടിലുണ്ടാകില്ല എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ അല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഈ കുടുംബം ഇന്നലെ ആശുപത്രിയിലേക്ക് പോകുമ്പോഴും. ആശുപത്രിയിലെത്തി അദ്ദേഹത്തിന് രാവിലെയൊക്കെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ പറയുന്നത് അദ്ദേഹത്തിന് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും തന്നെയില്ല. വെന്റിലേറ്റർ ആണെങ്കിൽ പോലും അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരും. കാരണം ഇതിനു മുൻപ് നമുക്കറിയാം ഈ ലിവർ സിറോസിസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അതീവ ഗുരുതരമായ അവസ്ഥയിൽ ആശുപത്രിയിലായിരുന്നു, വെന്റിലേറ്ററിലായിരുന്നു. പക്ഷെ അവിടെ നിന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ്. അങ്ങനെ ഒരു തിരിച്ചുവരവ് തന്നെയായിരുന്നു നമ്മൾ ഓരോ മലയാളികളും പ്രതീക്ഷിച്ചത്. ഇന്നലെ അഭിലാഷ് രാവിലെ ഇക്കാര്യം സംസാരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ കുടുംബവും ഡോക്ടർമാരും ഒക്കെ പുലർത്തുന്ന ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ പ്രാർത്ഥന, നമ്മൾ ഓരോരുത്തരുടെയും മലയാളികളുടെ പ്രാർത്ഥന അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരണം, ഇനിയും നമ്മളെ ചിരിപ്പിക്കാൻ അദ്ദേഹം ഉണ്ടാകും, ഇനിയും നമ്മളെ ചിന്തിപ്പിക്കാൻ അദ്ദേഹം ഉണ്ടാകുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു. പക്ഷേ വൈകിട്ടോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാവുകയും ന്യൂമോണിയ ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം പോകുകയും ചെയ്തു. രാത്രി 10:46 അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. സലീം കുമാർ നമ്മളെ വിട്ടുപോയി എന്ന വാർത്ത ആശുപത്രിയിൽ നിന്നും അറിയുന്നു. ഒപ്പം അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ഉണ്ടായിരുന്നു, ചന്തുവും ആരോമലും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ ആരോഗ്യ വളരെ
മോശം അവസ്ഥയിൽ പോലും ആരോഗ്യത്തിന്റെ വളരെ മോശം അവസ്ഥയിൽ നിൽക്കുമ്പോഴും അദ്ദേഹം പൊതുവേദികൾ സജീവമായിരിക്കുമ്പോൾ മകൻ ചന്തുവാണ് അദ്ദേഹത്തെ ഒപ്പം കൂട്ടിയതും അദ്ദേഹത്തിന് ഒരു താങ്ങായി ഒപ്പം ഉണ്ടായിരുന്നതുമൊക്കെ. എന്തായാലും അങ്ങനെ അദ്ദേഹത്തിന്റെ മൃതദേഹം അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വീട്ടിന് പുറത്തേക്ക് ഇറക്കും. അവിടെ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടിയിട്ട് തടിച്ചുകൂടിയിരിക്കുന്ന ആളുകളാണ്. അയൽവാസികളുണ്ട്, അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളുണ്ട്, ഒപ്പം പഠിച്ചവരുണ്ട്. അവരെല്ലാം ഒരു വേദനയോടുകൂടി തന്നെയാണ് സലിംകുമാർ എന്ന വ്യക്തിയെ ഓർത്തെടുക്കുന്നത്. അയൽക്കാരൊക്കെ അങ്ങനെയാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. എപ്പോൾ വന്നാലും വളരെ ചിരിച്ചുകൊണ്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു വ്യക്തി. തൊട്ടടുത്ത അമ്പലത്തിലൊക്കെ വളരെ സജീവമായി, അമ്പലത്തില് ഉത്സവത്തിനും മറ്റ് പരിപാടികളിലുമൊക്കെ സജീവമായി നിൽക്കുന്ന ഒരു താരജാടയൊന്നുമില്ലാതെ എപ്പോഴും ഒരാൾക്ക്, ഒരു അയൽക്കാരന് അല്ലെങ്കിൽ ഒരു മനുഷ്യന് കയറി ചെല്ലാൻ പറ്റുന്ന ഒരു വീടായിരുന്നു സലിംകുമാറിന്റെ ലാഫിംഗ് വില്ല. അവരുടെ കുറിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തുകയും വിശേഷങ്ങൾ സഹായമാണെങ്കിൽ അത്തരത്തിലുമൊക്കെ സലിംകുമാർ നടത്തുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. ഇവിടെ തൊട്ടടുത്തുള്ള അമ്പലത്തിലുമൊക്കെ അവിടെ പരിപാടിക്കൊക്കെ അവിടെ ഉത്സവ കമ്മിറ്റിയിലുമൊക്കെ സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. അവിടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരിക്കലും അദ്ദേഹത്തെ തളർത്തിയിരുന്നില്ല. വീട്ടിലിരിക്കാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്. നമ്മൾ ഈ വീട്ടിൽ വരുമ്പോൾ തന്നെ ആ വീട്ടിന് ചുറ്റുമുള്ള ആ ഒരു പൂന്തോട്ടം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ചെറുതായിട്ടുള്ള കൃഷികളുണ്ട്, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് ഈ വീട്ടിൽ അദ്ദേഹം പരിപാലിച്ചു വരുന്ന ചെടികളും അല്ലെങ്കിൽ അദ്ദേഹം എത്രത്തോളം പ്രകൃതിയെ സ്നേഹിക്കുന്ന വ്യക്തിയാണെന്നൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ കാണാം. എനിക്ക് തോന്നുന്നു ശ്രീനിവാസന്റെ പോലെ തന്നെ ശ്രീനിവാസൻ കൃഷിയെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന, സ്വന്തമായി കൃഷി നടത്തുന്ന ഒരു വ്യക്തിയാണ്. ശ്രീനിവാസനെ പോലെ തന്നെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരു വ്യക്തി കൂടിയായിരുന്നു സലിംകുമാർ. അദ്ദേഹത്തിന് കൃഷിയോടുള്ള അല്ലെങ്കിൽ പ്രകൃതിയോടുള്ള ഒരു ഇഷ്ടം നമുക്ക് ഈ വീട്ടിൽ വരുമ്പോൾ തന്നെ കാണാൻ കഴിയും. അത്ര മനോഹരമായിട്ടാണ് ഈ വീട് അദ്ദേഹം ഒരുക്കി വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒഴിവ് സമയങ്ങളിൽ, വീട്ടിലുള്ള സമയങ്ങളിലൊക്കെ അദ്ദേഹം ഇത്തരത്തിലുള്ള ചെറിയ കൃഷികൾ ചെയ്യും പരിപാലിച്ചുമൊക്കെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവസാന നിമിഷങ്ങളിൽ, അതായത് അദ്ദേഹം സിനിമയിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് എടുത്ത് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്ന സമയത്ത് അദ്ദേഹം ഈ വീട്ടിൽ തന്നെയായിരുന്നു. എപ്പോൾ വന്നാലും അദ്ദേഹത്തെ കാണാൻ കഴിയും. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയമായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാകുമ്പോൾ സലിംകുമാറിന്റെ പ്രതികരണം തേടുക എന്ന് പറയുന്നത് കൊച്ചിയിലെ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് സ്ഥിരം കാഴ്ചയായിരുന്നു. പക്ഷേ നമ്മൾ വിളിക്കുമ്പോൾ അദ്ദേഹം സംസാരിക്കും, നമ്മൾ പ്രതികരണം എടുക്കാൻ വരാൻ ആവശ്യപ്പെടും. അങ്ങനെ വളരെ സ്നേഹത്തോട്, എല്ലാവരോടും വളരെ സ്നേഹത്തോട് പെരുമാറിയിരുന്ന ഒരു മനുഷ്യനായിരുന്നു സലിംകുമാർ. അദ്ദേഹം വിടവാങ്ങുമ്പോൾ അത് മലയാള സിനിമയെ മാത്രമല്ല ഒരു നാടിനെ ആകെ കണ്ണീരിൽ ആഴ്ത്തുന്ന ഒരു കാഴ്ച കൂടിയാണ്. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടൊരു വിയോഗം. ഭാര്യയും മക്കളും 2 ആൺകുട്ടികളാണുള്ളത്. അവരൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയും വേഗം അദ്ദേഹം നമ്മളെ വിട്ടു പോകുമെന്ന്. വളരെ വേദനയോടുകൂടി തന്നെയാണ് ആ കുടുംബവും ഈ ഒരു നിമിഷത്തിലൂടെ കടന്നു പോകുന്നത്. എന്തായാലും സലിംകുമാർ എന്ന മഹാനടൻ അദ്ദേഹം വിടവാങ്ങുമ്പോൾ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ എന്നും നമ്മൾ ഓർത്തെടുക്കും. ആ സലിംകുമാർ എന്ന നടൻ എന്തായിരുന്നു എന്ന് നമ്മൾ എപ്പോഴും ഓർക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.